മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ അനുമോൾ ഒറ്റയ്ക്ക് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ അനീഷേട്ടൻ കുടയൊക്കെ എടുത്ത് അനുമോളെ കൂട്ടിക്കൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ പഴം കൂട്ടി പുട്ട് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇന്ന് നെവിൻ്റെ സ്പെഷ്യലാണ്, ഗോതമ്പ് പുട്ടാണ്. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ പഴം കൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആദിലേനോടാണ് പോയി ചോദിക്കുന്നത് പഴം എവിടെയെന്ന്. അനുമോൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ആദില നൂറയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകത്തില്ല. കാരണം ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആരും ഇല്ലെങ്കിലും എനിക്ക് വിഷമം ഉണ്ടെങ്കിലും ഞാനിവിടെ പിടിച്ചു നിൽക്കും. കാരണം എനിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈഫുണ്ട്, എൻ്റെ ഫാമിലീനെ നോക്കണം, എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നേടിയെടുക്കണമെങ്കിൽ ഞാനിവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ ഒരുപാട് ഫീൽഡിൽ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന തന്നെയാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നൂറ പറഞ്ഞ ചില വാക്കുകൾ PR-ൻ്റെ ബലത്തിലാണ് അനുമോൾ ഇവിടെ പണിയെടുക്കാതെ നിൽക്കുന്നത്. അതേപോലെ തന്നെ അനുമോൾ പറയാത്തൊരു കാര്യമാണ്, അനുമോളുടെ ഫേം കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ കൂടിയെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, പറയാത്ത വാക്കുകൾ പോലും അനുമോളുടെ തലയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ചോറ് കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാമല്ലോ, അതായിരിക്കും മീൻ ചെയ്തതെന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞതാണ് നൂറ പറയുന്നത്. എന്താണെങ്കിലും അനീഷേട്ടന് ആ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട്. അനുമോളെ വേറെ ആരും വിളിക്കാനൊന്നും വരില്ല, അനീഷേട്ടനാണ് വിളിച്ച് എപ്പോഴും ഭക്ഷണം കഴിക്കാനൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ അനുമോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്.